CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം. രണ്ടാം LDF സർക്കാരിന് പ്രവർത്തന മികവില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയരുന്ന തുടർച്ചയായ ആരോപണം തെരഞ്ഞെടുപ്പിൽ അടക്കം പാർട്ടിക്ക് തിരിച്ചടിയായി. ധനമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും പ്രവർത്തനത്തിലും പൊതുചർച്ചയിൽ അതൃപ്തിയുണ്ട്. ബിനോയ് വിശ്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് പൊതുചർച്ചയിൽ ഉയർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് സഹകരണ ബാങ്കുകളിലെ അഴിമതി കാരണമായെന്നും കുറ്റപ്പെടുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ ചേർന്നുണ്ട്. സാനു, ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ. ഒരുപക്ഷെ CPIക്കുള്ളിൽ ഒരു ചേരിപ്പോരിന് കൂടി ഇത് കാരണമാവുകയല്ലേ? വിഷ്ണു, ഇത് പലതരത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ചർച്ചകളും വിമർശനങ്ങളുമാണ് CPIയുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. പൊതു ചർച്ചയിലാണ് ഇത്തരം ആക്ഷേപങ്ങൾ ആരോപണങ്ങളുമായിട്ട് CPI രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഇന്നലെ ചില സംശയങ്ങൾ ചില വിഷമങ്ങളൊക്കെ അവർ തുറന്നു പറഞ്ഞെങ്കിലും ഇന്ന് അവരുടെ ആരോപണത്തിന് അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടിയിരിക്കുകയാണ് CPI. തൃശ്ശൂരിലെ CPMന്റെ അതായത് CPIയുടെ തോൽവിക്ക് കാരണം CPMന്റെ കൃത്യതയില്ലാത്ത പ്രവർത്തനമായിരുന്നു എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാം LDF സർക്കാരിന് ജനകീയ ജനപിന്തുണയില്ല, അത് ജനപിന്തുണ കുറയുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ധനമന്ത്രി KN ബാലഗോപാലിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതായത് CPI മന്ത്രിമാർക്ക് കൃത്യമായിട്ടുള്ള ഫണ്ട് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നൽകുന്നില്ല, പിന്നെ എന്തിനാണ് തങ്ങൾ ഈ സർക്കാരിനെ പിന്താങ്ങി നിൽക്കണം, എന്തിന് പിന്താങ്ങണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ CPIയുടെ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ VS സുനിൽകുമാർ മികച്ച പ്രവർത്തനം, മുൻ മന്ത്രിയായിട്ടുള്ള കൃഷിമന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാർ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നു, അദ്ദേഹത്തിന് ജനപിന്തുണ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും നിലവിലെ കൃഷിമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും അതിന് അത്രയും പോരാ, അവരുടെ പ്രവർത്തനം വളരെ മോശമാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ CPIയുടെ സമ്മേളനത്തിൽ ഉയർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നിലവിലെ പാർട്ടി സെക്രട്ടറി CPIMനെ താങ്ങി നിൽക്കുന്നു, തങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പാർട്ടി സെക്രട്ടറി തയ്യാറാവുന്നില്ല, തങ്ങൾ ഇനി ആരോട് പറയണം തങ്ങളുടെ